ഹായ്! ഇന്ന് നമുക്കൊരു അടിപൊളി കപ്പപ്പുഴുക്കും മീൻകറിയും കണ്ടാലോ? അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു മീൻകറി തട്ടിക്കൂട്ടിയാലോ? ഈ പാൻ ചൂടായതിലേക്ക് നമുക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഉലുവ കൂടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം കുറച്ച് ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കഴിഞ്ഞതിന് ശേഷം നമുക്കൊരു മസാല തയ്യാറാക്കി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. മസാലയൊന്ന് വരണ്ട് കഴിയുമ്പോഴേക്കും ആവശ്യത്തിന് പുളി ഇട്ട് കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി തിള വരുമ്പോഴേക്കും മീനിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഒരു 10 മിനിറ്റ്. അപ്പോഴേക്കും മീൻ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. അങ്ങനെ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. അവസാനം കുറച്ച് പച്ച വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി റെഡി ആയിട്ടുണ്ട്. കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാൻ ഞാൻ ലുലുവിൻ്റെ ഈ ഫ്രോസൺ ടപ്പിയോക്കയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ഈ കപ്പ കുഞ്ഞായി അരിഞ്ഞ് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിക്കാൻ വെക്കാം. സത്യത്തിൽ ഇതിനിടെ എനിക്കൊരു കോൾ വന്നതുകൊണ്ട് ഞാൻ അരിയുന്നതും അതുപോലെ വേവിക്കാൻ വെക്കുന്നതും ഒക്കെ വീഡിയോ എടുക്കാൻ അങ്ങ് വിട്ടുപോയി കേട്ടോ. എല്ലാവരും എന്നോടൊന്ന് ക്ഷമിച്ചേക്കണേ. ഇനി നമുക്ക് പുഴുക്കിന് ആവശ്യമായിട്ടുള്ള ഉള്ളി എടുക്കാം, പച്ചമുളക് എടുക്കാം, ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ. ഇനി ഇതെല്ലാം നന്നായി ഒന്ന് കഴുകിയെടുക്കാം. ഇനി പുഴുക്കിന് വേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനുവേണ്ടി ഒരു പിടി തേങ്ങയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ ഇഞ്ചി, ചുവന്നുള്ളി, പച്ചമുളക്, വെളുത്തുള്ളി, കുറച്ച് കുരുമുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് കറിവേപ്പില കൂടി. ഇനി ഇതെല്ലാം നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം. ഇതുപോലെ. ഇനി അടുപ്പത്ത് വെച്ചിരിക്കുന്ന കപ്പ വെന്തോ എന്ന് നമുക്കൊന്ന് നോക്കാം. നന്നായിട്ട് ഇളയൊക്കെ വന്നിട്ടുണ്ട്. ആഹാ, നല്ല അടിപൊളിയായിട്ട് കപ്പ വെന്ത് കിട്ടിയിട്ടുണ്ട്. നോക്കിക്കേ, തൊട്ടപ്പോഴേ ഉടഞ്ഞു വന്നു. ഇനി അതിൽ എക്സസ് ആയിട്ടുള്ള വെള്ളമൊക്കെ നമുക്കൊന്ന് ഊറ്റിക്കളയാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. കൂടെ ആ അരപ്പ് കഴുകിയെടുത്ത കുറച്ച് വെള്ളവും കൂടെ. ഇനി നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ചൊന്ന് വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കണം, ഫ്ലെയിം നന്നായി കുറച്ചിട്ട് വേണം കേട്ടോ വെക്കാൻ. അങ്ങനെ 2 മിനിറ്റ് കഴിഞ്ഞു. ഇനി നമുക്കൊന്ന് തുറന്നു നോക്കിയാലോ. ആഹാ, ആ അരപ്പിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ലൊരു സ്മെല്ല് വന്നു തുടങ്ങി. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി ചേർക്കാം. ഈ ഇളക്കി ചേർക്കുന്നതിലാണ് ഇതിൻ്റെ ടേസ്റ്റ് ഇരിക്കുന്നത്. ഞാൻ ഓർക്കുന്നുണ്ട്, പണ്ട് അമ്മ വീട്ടിൽ പുഴുക്കുടച്ച് ചേർക്കാൻ വേണ്ടി മാത്രമായിട്ടൊരു സ്പെഷ്യൽ തടിക്കഷ്ണം. ഇപ്പോൾ അതൊന്നും കാണാനില്ല കേട്ടോ. നിങ്ങളുടെ ആരുടെയെങ്കിലും വീടുകളിലൊക്കെ ഉണ്ടോ അത്? അങ്ങനെ എൻ്റെ അതിസാഹസികമായിട്ടുള്ള മിക്സിങ്ങിന് ശേഷം നമ്മുടെ കപ്പപ്പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള കപ്പപ്പുഴുക്ക്. ഇനി നമുക്ക് സെർവ് ചെയ്താലോ? മീൻകറിയുടെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. എല്ലാവരും ഒന്ന് കയറി കാണണം കേട്ടോ. ഇനി ആ കപ്പയിലേക്ക് ആ മീൻകറി അങ്ങ് ഒഴിച്ചിട്ട് അങ്ങ് കുഴച്ചടിക്കണം. ആഹാ, അന്തസ്. കപ്പയും മീൻകറിയും കോമ്പിനേഷൻ ടേസ്റ്റ് നമ്മൾ മലയാളികളോട് പ്രത്യേകം പറയേണ്ട കാര്യമില്ലല്ലോ. അറിയാലോ, അടിപൊളിയാണേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനൽ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.